ഹായ് ഓൾ, വെൽക്കം ടു ബിടെക് മെഡിസി. ഇന്ന് നമ്മൾ നെറ്റ്വർക്ക് തിയറിയിൽ മോഡ്യൂൾ 3 ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് എസ് ഡൊമെയിൻ അനാലിസിസ് ഓഫ് സർക്യൂട്ട്സ്. അപ്പോൾ അതിൻ്റെ ഒരു ബേസിക്സ് ആണ് ട്രാൻസിയൻ്റ് അനാലിസിസ് എന്ന് പറഞ്ഞൊരു പാർട്ടുണ്ട്. ആ ട്രാൻസിയൻ്റ് അനാലിസിസിനെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ ഈ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഒരു ഇമ്പോർട്ടൻറ്റ് കൺസെപ്റ്റ് ആണ്. ഈ കൺസെപ്റ്റ് അറിഞ്ഞിരിക്കുകയാണെങ്കിൽ നമുക്ക് ഇതിലെ പ്രോബ്ലംസ് ഒക്കെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ട്രാൻസിയൻ്റ് അനാലിസിസ് ഓഫ് സർക്യൂട്ട്സ് കണ്ടെയ്നിങ് റെസിസ്റ്റേഴ്സ്, കപ്പാസിറ്റേഴ്സ് ആൻഡ് ഇൻഡക്ടർ. അതിന് മുമ്പായിട്ട് ഫസ്റ്റ് ഒരു ടൈം ലൈൻ ഉണ്ട്. അപ്പോൾ ടൈം ലൈനിനകത്ത് സപ്പോസ് ടൈം -∞ ടു ഇൻഫിനിറ്റി ആണ് നമ്മൾ കൺസിഡർ ചെയ്യുകയാണ്. ഓക്കെ, അപ്പോൾ അതിലൊരു ടൈം t=0 എന്നെടുത്തു. ഓക്കെ, ഒരു ടൈം ലൈൻ നമ്മൾ കൺസിഡർ ചെയ്യുന്നുള്ളൂ. ടൈം ലൈൻ ഫ്രം -∞ ടു ഇൻഫിനിറ്റി, അതിൽ ഒരു കറസ്പോണ്ടിങ് ടൈം നമ്മൾ t=0 എന്നെടുത്ത്. ഇപ്പോൾ ഒരു നെറ്റ്വർക്ക് വരയ്ക്കുകയാണ് കണ്ടെയ്നിങ് റെസിസ്റ്റർ, കപ്പാസിറ്റർ ആൻഡ് ഇൻഡക്ടർ. ഓക്കെ, ഫസ്റ്റ് ഒരു റെസിസ്റ്റർ, 1 കപ്പാസിറ്റർ, ഒരു ഇൻഡക്ടർ. അപ്പം അതിലേക്ക് ഒരു സോഴ്സ് കൊടുത്തിട്ടുണ്ട്, വോൾട്ടേജ് സോഴ്സ് പ്ലസ് മൈനസ് വി ഓഫ് ടി. ദിസ് ഈസ് ആർ സി എൽ. ഒരു നെറ്റ്വർക്കാണ്. അതിനകത്ത് ആറിൻ്റെ വാല്യൂ ഈക്വൽ ടു 2 ഓം, സിൻ്റെ വാല്യൂ 1 മ്യൂ ഫാരഡ്, എല്ലിൻ്റെ വാല്യൂ 2 ഹെൻറി. ഓക്കെ, ഇങ്ങനൊരു നെറ്റ്വർക്കാണ് നമ്മൾ കൺസിഡർ ചെയ്യാം. അപ്പോൾ അത് കുറേ ടൈമായിട്ട് ഇങ്ങനൊരു സ്റ്റേറ്റിൽ ഇരിക്കുകയാണ്. ഓക്കെ, ഇതൊരു സ്റ്റേറ്റിൽ ഇരിക്കുകയാണ്. അപ്പോൾ ആ ഒരു സ്റ്റേറ്റിന് നമ്മൾ സ്റ്റഡി സ്റ്റേറ്റ് എന്ന് പറയും. സ്റ്റഡി സ്റ്റേറ്റ്. ഇങ്ങനൊരു നെറ്റ്വർക്ക് ഉണ്ട്. ഇപ്പം നമ്മൾ സഡൻ ആയിട്ടാണെങ്കിൽ ഇതിനകത്ത് ഇൻഡക്ടറിൻ്റെ വാല്യൂ ചേഞ്ച് ചെയ്യാം. ഓക്കെ, ഇതിൻ്റെ ഇൻഡക്ടറിൻ്റെ വാല്യൂ 2 ഹെൻറിയിൽ നിന്ന് ഞാനൊരു 4 ഹെൻറിയിലോട്ട് ചേഞ്ച് ചെയ്യാം. ഇനിഷ്യലി 2 ഹെൻറി ആയിരുന്നു, അതിന് ഞാൻ 4 ഹെൻറിയിലോട്ട് ചേഞ്ച് ചെയ്യാം. പക്ഷേ നമ്മളിപ്പം ഇൻഡക്ടറിന്റെ വാല്യൂ 2 ഹെൻറിയിൽ നിന്ന് 4 ഹെൻറിയിലേക്ക് ചേഞ്ച് ചെയ്ത്, പക്ഷേ സഡൻ ആയിട്ട് ഇതിന്റെ ഇപ്പൊ സപ്പോസ് ഇതിലേക്കുള്ള കറണ്ട് I1, ഇതിലേക്കുള്ള കറണ്ട് I2 ആണെങ്കിലും ഈ ഇൻഡക്ടറിന്റെ വാല്യൂ നമ്മൾ സഡൻ ആയിട്ട് 2 ഹെൻറിയിൽ നിന്ന് 4 ഹെൻറിയിലേക്ക് ആക്കുമ്പോഴും ഈ കറണ്ടിന് സഡൻ ചേഞ്ചസ് വരത്തില്ല. ഇപ്പോൾ ഒരു കമ്പോണന്റിന്റെ വാല്യൂ ചേഞ്ച് ചെയ്യുമ്പോഴത്തേക്ക് അതിന്റെ ഇൻസ്റ്റന്റേനിയസ് ആയിട്ട് അതിന്റെ കറണ്ട് അല്ലെങ്കിൽ ഡ്രോപ്പ് ചേഞ്ച് ചെയ്യേണ്ടതാണ്. പക്ഷേ ഇപ്പൊ ഇൻഡക്ടറിന്റെ കപ്പാസിറ്റർ, ഇൻഡക്ടർ അതുപോലത്തുള്ള കമ്പോണൻസ് ഉണ്ടെങ്കിൽ സഡൻ ആയിട്ട് അത് എന്ത് ചെയ്യത്തില്ല, ചേഞ്ച് ചെയ്യത്തില്ല. അതായത് ഇറ്റ് ഈസ് ഇൻസ്റ്റന്റേനിയസ് ആയിട്ട് ചേഞ്ച് ചെയ്യത്തില്ല. ഇൻസ്റ്റന്റേനിയസ് ആയിട്ട് അതിന്റെ സർക്യൂട്ട് പാരാമീറ്റേഴ്സ് ചേഞ്ച് ചെയ്യത്തില്ല. നോർമലി ഒരു കമ്പോണന്റ് ചേഞ്ച് ചെയ്യുമ്പോഴത്തേക്ക് അതിന്റെ കറണ്ട് അല്ലെങ്കിൽ വോൾട്ടേജ് ഡ്രോപ്പ് ചേഞ്ച് ചെയ്യുന്നതാണ്. പക്ഷെ സഡൻ ആയിട്ട് എന്ത് വരത്തില്ല, ആ സർക്യൂട്ട് പാരാമീറ്റേഴ്സ് ചേഞ്ച് ചെയ്യത്തില്ല. ഒരു ഷോർട്ട് സ്പാൻ ഓഫ് ടൈം കഴിഞ്ഞിട്ടായിരിക്കും അത് എന്ത് ചെയ്യുന്നത്, അതിന്റെ സ്റ്റഡി സ്റ്റേറ്റിലേക്ക് എത്തുന്നത്. ഓക്കെ, ആ ചേഞ്ചിലേക്ക് അത് അഡാപ്റ്റ് ആവുന്നത്. അപ്പൊ ഇതിന്റെ കേസിൽ ഇപ്പൊ നമ്മൾ ടൈം ലൈൻ പറഞ്ഞു. ഓക്കെ, ഇപ്പൊ ഇനിഷ്യലി ഈ സർക്യൂട്ടിനകത്താണെങ്കിൽ ഇൻഡക്ടറിന്റെ വാല്യൂ 2 ഹെൻറി ആയിരുന്നു, അങ്ങനെ ഒരു സ്റ്റേറ്റ് ഇരിക്കുകയായിരുന്നു. അപ്പൊ അതിന് ഞാനിപ്പോ ഇവിടെ സ്റ്റഡി സ്റ്റേറ്റ് കൊണ്ട് കൊടുക്കുന്നു. ഇപ്പം -∞ ടു t=0 വരെയുള്ള ടൈം സ്റ്റഡി സ്റ്റേറ്റ് ആണ്. ഇപ്പൊ ഈ t=0 നമ്മൾ എന്ത് ചെയ്തത്, അതിന്റെ സർക്യൂട്ട് പാരാമീറ്റർ ചേഞ്ച് ചെയ്ത് നോക്കുക. അല്ലെങ്കിൽ ഇപ്പോൾ ഒരു സ്വിച്ച് ഉണ്ട്. ഇപ്പൊ സ്വിച്ചസ് വരുമ്പോഴത്തേക്കും എന്താവും, അതിനകത്തുള്ള സർക്യൂട്ട് പാരാമീറ്റേഴ്സ് ചേഞ്ച് ആവും. ഇപ്പൊ സ്വിച്ചോ അല്ലെങ്കിൽ ഇതുപോലത്തുള്ള കമ്പോണൻസിന്റെ വേരിയേഷൻസ് കൊടുക്കുമ്പോഴത്തേക്ക് അവിടെ ഒരു സഡൻ ചേഞ്ച് വരേണ്ടതാണ്. പക്ഷെ ആ സർക്യൂട്ട് ഇൻസ്റ്റന്റേനിയസ് ആയിട്ട് ചേഞ്ച് ചെയ്യത്തില്ല സർക്യൂട്ട് പാരാമീറ്റേഴ്സ്. ഇറ്റ് ടേക്ക് സം ടൈം ടു റെസ്പോണ്ട്. ഇപ്പൊ t=0 ഇന്ന് 0+ ആ ഒരു ടൈമിലായിരിക്കും എന്ത് ചെയ്യുന്നത്, അത് ന്യൂ സ്റ്റേറ്റിലേക്ക് വരുന്നത്. അപ്പൊ ആ പീരീഡിന് 0 to 0+ പറയുന്ന പീരീഡിനാണ് നമ്മൾ ട്രാൻസിയൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത്. എഗെയിൻ ആ 0+ എന്നുള്ള ടൈം കഴിയുമ്പോഴത്തേക്ക് എഗെയിൻ എന്താവും, ആ ന്യൂ സ്റ്റേറ്റിൽ അത് സ്റ്റഡി സ്റ്റേറ്റിലേക്ക് മാറും. ഇപ്പൊ ഇതാണ് ഒരു ടൈം ലൈൻ വെച്ചിട്ട് ആ ട്രാൻസിയൻ അനാലിസിന്റെ എക്സ്പ്ലനേഷൻ വരുന്നത്. അപ്പൊ ഇത്രയേ ഉള്ളൂ. നമ്മളിപ്പോ ഒരു സർക്യൂട്ട് കൺസിഡർ ചെയ്തു. അതിനകത്ത് കപ്പാസിറ്റർ, ഇൻഡക്ടർ ടേംസ് ഒക്കെ വന്നിട്ടുണ്ട്. അപ്പൊ അതിന്റെ
കേസിൽ ഇപ്പോൾ കപ്പാസിറ്റർ ഇൻഡക്ടർ ഉണ്ടെങ്കിൽ അതിന്റെ സഡൻ ചേഞ്ചസ് ആയിട്ട് സർക്യൂട്ട് കമ്പോണൻസിൽ എഫക്ട് ചെയ്യത്തില്ല. അത് കുറച്ച് ടൈം കഴിഞ്ഞിട്ട് അതിന്റെ ന്യൂ സ്റ്റേറ്റിലേക്ക് പോകത്തുള്ളൂ. അപ്പൊ ആ ഷോർട്ട് സ്പാൻ ഓഫ് ടൈം ഉണ്ടല്ലോ ടേക്ക് ചെയ്യാൻ എടുക്കുന്ന ആ ടൈമിനാണ് നമ്മൾ ട്രാൻസിയന്റ് സ്റ്റേറ്റ് എന്ന് പറയുന്നത്. ഇപ്പൊ സപ്പോസ് ഇപ്പോൾ ഒരു ഇനിഷ്യലി ഒരു സർക്യൂട്ട് ഇരിക്കുകയാണ്, അപ്പൊ അതിന്റെ സ്റ്റേറ്റ് ഈക്വൽ ടു 0 ആണ്. അപ്പൊ അതൊരു സ്റ്റഡി സ്റ്റേറ്റ് ഇരിക്കുകയാണ്. അപ്പോഴത്തേക്കാണ് നമ്മൾ ഒരു കമ്പോണന്റിന്റെ വാല്യൂ അല്ലെങ്കിൽ ഒരു സ്വിച്ച് വെച്ചിട്ട് അതിന്റെ പൊസിഷൻസ് ചേഞ്ച് ചെയ്യുന്നത്. അപ്പോഴത്തേക്ക് അവിടെ നോർമലി സർക്യൂട്ട് പാരാമീറ്റേഴ്സ് ചേഞ്ച് ചെയ്യണം, പക്ഷെ അത് സഡൻ ആയിട്ട് ചേഞ്ച് ചെയ്യാതെ കുറച്ച് ടൈം എടുത്തിട്ടായിരിക്കും അത് ന്യൂ സ്റ്റേറ്റിലേക്ക് പോകുന്നത്. അപ്പൊ ആ ട്രാൻസിയന്റ് പീരീഡ് ഉണ്ട്, t ഈക്വൽ ടു 0 to 0+. ആ ടൈമിനെയാണ് നമ്മൾ ട്രാൻസിയന്റ് പീരീഡ് കൊണ്ട് മീൻ ചെയ്യുന്നത്. ഓക്കെ, ആ ഷോർട്ട് സ്പാൻ ഓഫ് ടൈം ആണ് നമ്മളെ ട്രാൻസിയന്റ് ടൈം എന്ന് പറയുന്നത്. സർക്യൂട്ടിന്റെ ആ സ്റ്റേറ്റിന് നമ്മൾ ട്രാൻസിയന്റ് സ്റ്റേറ്റ് എന്ന് പറയും. ഇതാണ് ഇതിന്റെ എക്സ്പ്ലനേഷൻ വരുന്നത്. അപ്പൊ അതിനകത്ത് നമുക്കിപ്പോ ഇങ്ങനെ പറയാം, അതായത് സ്റ്റഡി സ്റ്റേറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ഏതൊക്കെ ഏരിയ ആണ് ടൈം ലൈനിൽ? സ്റ്റഡി സ്റ്റേറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ഏരിയ -∞ to 0 അല്ലേ? -∞ to 0 എന്താണ്? സ്റ്റഡി സ്റ്റേറ്റ് ആണ്. എഗെയിൻ 0+ to ഇൻഫിനിറ്റിയും സ്റ്റഡി സ്റ്റേറ്റ് ആണ്. അതുപോലെ ട്രാൻസിയന്റ് ടൈം എപ്പോഴാണ് പറഞ്ഞ? ട്രാൻസിയന്റ് ടൈം ഇതിനകത്ത് എത്ര വരുന്നത്? t ഈക്വൽ ടു 0 to 0+. അത് ഷോർട്ട് സ്പാൻ ഓഫ് ടൈം ആണ്. t ഈക്വൽ ടു 0 to 0+. അതിനെയാണ് നമ്മൾ ട്രാൻസിയന്റ് ടൈം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഒരു സർക്യൂട്ടിൽ കപ്പാസിറ്ററോ ഇൻഡക്ടറോ ടേംസ് ഉണ്ടെങ്കിൽ അത് സഡൻ ആയിട്ട് അല്ലെങ്കിൽ ഇൻസ്റ്റന്റേനിയസ് ആയിട്ട് അതിന്റെ വാല്യൂ ചേഞ്ച് ചെയ്യത്തില്ല. ഇപ്പൊ കറണ്ട് ആണെങ്കിലും വോൾട്ടേജ് ഡ്രോപ്പ് ആണെങ്കിലും സർക്യൂട്ടിന്റെ ഇൻസ്റ്റന്റേനിയസ് ആയിട്ട് ചേഞ്ച് ചെയ്യത്തില്ല. ഇറ്റ് ടേക്സ് സം ടൈം ടു റെസ്പോൺസ്. ദാറ്റ് പീരീഡ് ഷോർട്ട് സ്പാൻ ഓഫ് ടൈം വി കോൾ ഇറ്റ് ആസ് ട്രാൻസിയന്റ് ടൈം ആൻഡ് ദ സ്റ്റേറ്റ് ഓഫ് ദ സർക്യൂട്ട് ഈസ് വി കോൾ ഇറ്റ് ആസ് ട്രാൻസിയന്റ് സ്റ്റേറ്റ്. ഇനി ഇതിനകത്ത് ഇപ്പം സർക്യൂട്ടിനകത്ത് റെസിസ്റ്റർ, കപ്പാസിറ്റർ, ഇൻഡക്ടർ വരും. അപ്പോൾ ഓരോന്നും എങ്ങനെയാണ് ട്രാൻസിയന്റിലേക്ക് റെസ്പോണ്ട് ചെയ്യുന്നുള്ളതാണ് നെക്സ്റ്റ് പറയുന്നത്. അതിൽ ഹെഡിങ് റെസ്പോൺസ് ഓഫ് നെറ്റ്വർക്ക് എലമെന്റ്സ് ഇൻ ട്രാൻസിയന്റ് സ്റ്റേറ്റ്. റെസ്പോൺസ് ഓഫ് നെറ്റ്വർക്ക് എലമെന്റ് ഇൻ ട്രാൻസിയന്റ് സ്റ്റേറ്റ്. ഇപ്പൊ ഇനി നമ്മൾ എസ് ഡൊമൈൻ അനാലിസിസ് ചെയ്യും, ഇപ്പൊ ട്രാൻസിയന്റ് അനാലിസിസ്. അപ്പം ഈ സർക്യൂട്ട് കമ്പോണൻസ് എങ്ങനെ ബിഹേവ് ചെയ്യുന്നുള്ളത് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. അതനുസരിച്ചിട്ടേക്ക് നമ്മൾ ഇതിന്റെ ഇക്വേഷൻസ് കാര്യങ്ങളൊക്കെ എഴുതുന്നത്. അപ്പൊ അതിനകത്ത് വേരിയസ് നെറ്റ്വർക്ക് എലമെന്റ്സ് ഫസ്റ്റ് വരുന്നതാണ് റെസിസ്റ്റൻസ് അല്ലെ? റെസിസ്റ്റൻസ് ആണ് അല്ലെങ്കിൽ റെസിസ്റ്റർ ആണ് ഫസ്റ്റ് എലമെന്റ് എന്ന് പറയുന്നത്. ഇപ്പൊ സപ്പോസ് റെസിസ്റ്ററിന്റെ നമുക്ക് ഒരു സോഴ്സ് 2 വോൾട്ട് ആണ്. അതിപ്പോ ഒരു 1 ohm റെസിസ്റ്റർ ഉണ്ടെന്ന് വെച്ചോ. അപ്പൊ അതിലേക്കുള്ള കറണ്ട് എന്തായിരിക്കും? 2 ആംപിയർ ആയിരിക്കും. ഓക്കെ, ഇപ്പൊ സഡൻ ആയിട്ട് നമ്മൾ ആ സോഴ്സിന്റെ വാല്യൂ 2 വോൾട്ടിൽ നിന്ന് 4 വോൾട്ടിലേക്ക് ചേഞ്ച് ചെയ്തു. ഈ സെയിം റെസിസ്റ്റർ കൂടെയുള്ള വോൾട്ടേജ് ആണ് നമ്മൾ 4 റേസ് ചെയ്തത്. അപ്പൊ അതിന്റെ കേസിൽ എന്തായിരിക്കും കറണ്ട് വരുന്നത്? നമ്മളുടെ 4 ആംപിയർ ആയിരിക്കും അല്ലേ? V ഈക്വൽ ടു IR ആണ്. അപ്പൊ I എന്ന് വെച്ചാൽ V/R ആണ്. ഓക്കെ, അപ്പൊ ഇതിന്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റെസിസ്റ്ററിന്റെ കേസിൽ അതിന് ട്രാൻസിയന്റ് സ്റ്റേറ്റ് ഇല്ല. അതായത് റെസിസ്റ്റർ റെസ്പോൺസ് ടു ഇൻസ്റ്റന്റേനിയസ് ചേഞ്ച്. ഓക്കെ, ഇപ്പം അതാണ് റെസിസ്റ്റൻസിന്റെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത്. ഇപ്പം സപ്പോസ് ഇപ്പൊ ഒരു നെറ്റ്വർക്ക് കൂടെ ആണെങ്കിൽ ഇപ്പൊ ഒരു നെറ്റ്വർക്ക് അതിനകത്ത് 5 ohm ആണ്. ഓക്കെ, അപ്പൊ അതിന് നമ്മൾ കൊടുത്ത സോഴ്സ് 5 വോൾട്ട് ആണ്. അപ്പൊ അതിലേക്കുള്ള കറണ്ട് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? 1 ആംപിയർ ആയിരിക്കും. ഇപ്പൊ സഡൻ ആയിട്ട് നമ്മൾ ഈ റെസിസ്റ്റൻസിന്റെ വാല്യൂ 5 ohm നിന്ന് ആ റെസിസ്റ്റർ 10 ohmലേക്ക് ചേഞ്ച് ചെയ്തു. 5 വോൾട്ട് സോഴ്സ് തന്നെ. അപ്പൊ അതിന്റെ കറണ്ട് എന്തായിരിക്കും വരുന്നത്? 2 ആംപിയർ ആയിരിക്കും. അപ്പൊ ആ റെസിസ്റ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ക്യാൻ റെസ്പോൺസ് ടു ഇൻസ്റ്റന്റേനിയസ് ചേഞ്ച്. അതാണ്, അതായത് അതിനകത്ത് ട്രാൻസിയന്റ് ബിഹേവിയർ വരുന്നില്ല റെസിസ്റ്ററിന്റെ കേസിൽ. ഇപ്പൊ എന്തെങ്കിലും ഒരു ചേഞ്ച് വരുവാണെങ്കിൽ അതിന്റെ സഡൻ ആയിട്ട് അത് എഫക്ട് ചെയ്യും. ഓക്കെ, റെസിസ്റ്ററിന്റെ കേസിൽ there is no transient state for a resistor. ഓക്കെ, അത് ഇമ്പോർട്ടന്റ് ആണ്. there is no transient state for a resistor. റെസിസ്റ്റർ ഇൻസ്റ്റന്റേനിയസ് ആയിട്ടുള്ള ചേഞ്ചസിന് അത് അഡോപ്റ്റ് ചെയ്യും. അതിന് ട്രാൻസിയന്റ് ബിഹേവിയർ ഇല്ല. ഓക്കെ, അണ്ടർസ്റ്റുഡ് അല്ലേ? ഇപ്പോൾ സപ്പോസ് ഇപ്പോൾ 2 എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട്. 2 വോൾട്ട് സോഴ്സിൽ നമ്മളിപ്പോൾ അതിനകത്താണെങ്കിൽ ഇവിടെ എന്താ വോൾട്ടേജ് മാറ്റുമ്പോഴും കറണ്ട് സഡൻ ആയിട്ട് ചേഞ്ച് ആവും. അതുപോലെ അതിന്റെ റെസിസ്റ്റൻസ് മാറ്റുമ്പോഴും കറണ്ട് സഡൻ ആയിട്ട് ചേഞ്ച് ആവും. സോ ഫോർ എ റെസിസ്റ്റർ there is no transient behavior.
ഇനി അടുത്ത എലമെന്റ് ഏതാ? ഇൻഡക്ടർ ആണ്. ഓക്കെ, ഇൻഡക്ടറിന്റെ കേസാണ് പറയാൻ പോകുന്നത്. ഇൻഡക്ടർ എങ്ങനെയാണ് ട്രാൻസിയന്റ് ബിഹേവിയർ വരുന്നത് എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ആദ്യമേ ഇൻഡക്ടറിന് അക്രോസ് ഉള്ള കറണ്ട് ഇക്വേഷൻ എഴുതുകയാണ്. ഐ എൽ ഓഫ് ടി ഈക്വൽസ് 1/L ഇന്റഗ്രൽ -∞ ടു ടി വി ടൗ ഡി ടൗ. ഇൻഡക്ടറിന് അക്രോസ് ഉള്ള എന്താണ് കറണ്ട് വാല്യൂ 1/L ഇന്റഗ്രൽ -∞ ടു ടി വി ടൗ ഡി ടൗ. ഇതിനെ ഞാൻ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യുകയാണ്. ഇതിന്റെ ഇന്റഗ്രൽ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യുകയാണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 1/L ഇന്റഗ്രൽ -∞ ടു 0 രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യുകയാണ്. 0 വി ടൗ ഡി ടൗ പ്ലസ് 1/L ഇന്റഗ്രൽ 0 ടു ടി വി ടൗ ഡി ടൗ. എന്താ ചെയ്ത ഇതിന് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് ഇന്റഗ്രല് -∞ ടു 0 ദെൻ 0 ടു ടി എന്നുള്ളത്. ഓക്കെ, അതിൽ ഈ ഒരു പാർട്ട് ഉണ്ടല്ലോ, ഇതിനെയാണ് നമുക്ക് വേണമെങ്കിൽ അതിനെ റെപ്രസെന്റ് ചെയ്യാം ഐ എൽ ഓഫ് 0 എന്ന് റെപ്രസെന്റ് ചെയ്യാം. ദാറ്റ് കറസ്പോണ്ട്സ് ടു സ്റ്റഡി സ്റ്റേറ്റ്. ഇതാണ് അതിന്റെ സ്റ്റഡി സ്റ്റേറ്റ് എന്ന് പറയുന്നത്. അതുപോലെ ഇതിന്റെ കേസിൽ ഇതിനകത്ത് ഈ ഫസ്റ്റ് ടേമിന് നമ്മൾ ഐ എൽ ഓഫ് 0 എന്ന് റെപ്രസെന്റ് ചെയ്തു. ദാറ്റ് കറസ്പോണ്ട്സ് ടു സ്റ്റഡി സ്റ്റേറ്റ്. അപ്പൊ നമ്മൾ മെയിൻ ഇക്വേഷൻ എന്തായിട്ട് മാറും? ഐ എൽ ഓഫ് ടി ഈക്വൽ ടു ഐ എൽ ഓഫ് 0 പ്ലസ് ദിസ് ടേം 1/L ഇന്റഗ്രൽ 0 ടു ടി വി ടൗ ഡി ടൗ. ഈ ടേമിന് നമ്മൾ ഐ എൽ ഓഫ് 0 എന്ന് റെപ്രസെന്റ് ചെയ്തു. ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മളൊരു എടുക്കണം. ലെറ്റ് ടി ഈക്വൽ ടു 0 ഒരു ട്രാൻസിയന്റ് ടൈം എടുത്ത് ടി ഈക്വൽ ടു 0 ടി ഈക്വൽ ടു 0 ട്രാൻസിയന്റ് സ്റ്റേറ്റ്. ഓക്കെ, അപ്പൊ ഈ ഇക്വേഷനകത്ത് നമ്മൾ എന്ത് കൊടുക്കാം? ടിക്ക് ഇത് ടി ഉണ്ട്, അതിന് 0 കൊടുക്കുക. അതുപോലെ ഈ ടിക്ക് നമ്മൾ 0 കൊടുക്കുക. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? എഴുതിക്ക് ഐ എൽ ഓഫ് 0 അല്ലെ, ടിക്ക് നമ്മൾ 0 കൊടുക്കുക. അപ്പൊ ഐ എൽ ഓഫ് 0 ഈക്വൽ ടു ഐ എൽ ഓഫ് 0 പ്ലസ് 1/L ഇന്റഗ്രൽ 0 ടു 0 ഓക്കെ, 0 ടു 0 വി ടൗ ഡി ടൗ. ഈ സ്റ്റെപ്പിൽ എന്താ ചെയ്ത് ടിക്ക് നമ്മൾ 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത്. അപ്പം വി എൽ ഓഫ് 0 ഇസ് ഈക്വൽ ടു ഐ എൽ ഓഫ് 0 പ്ലസ് 1/L ഇന്റഗ്രൽ 0 ടു 0 വി ടൗ ഡി ടൗ. അതിൽ ഈ 0 ടു 0 എന്ന് പറയുന്നത് ഒരു ഷോർട്ട് സ്പാൻ ഓഫ് ടൈം ആണ്. 0 ടു 0 ഇറ്റ് ഈസ് എ ഷോർട്ട് സ്പാൻ ഓഫ് ടൈം. ഇത് ഷോർട്ട് സ്പാൻ ഓഫ് ടൈം ആണ്. അത് നമുക്ക് നിഗ്ലക്ട് ചെയ്യാം ഈ ടേമിന്. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? വി ഐ എൽ ഓഫ് 0 ഈക്വൽ ടു ഐ എൽ ഓഫ് 0 കിട്ടും. എന്താ കിട്ടിയത്? ഐ എൽ ഓഫ് 0 ഈക്വൽ ടു ഐ എൽ ഓഫ് 0 കിട്ടും. ഓക്കെ, അത് ഇമ്പോർട്ടന്റ് ആണ്. ഐ എൽ ഓഫ് 0 ഇസ് ഈക്വൽ ടു ഐ എൽ ഓഫ് 0 അതായത് ഇതിന്റെ മീനിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കറന്റ് ഫ്ലോയിങ് ത്രൂ ഇൻഡക്ടർ കനോട്ട് ചേഞ്ച് ഇൻസ്റ്റന്റേനിയസ്ലി. അതാണ് ഇതിന് മീൻ ചെയ്യുന്നത്. കറന്റ് ഫ്ലോയിങ് ത്രൂ inductor cannot change instantaneously. ആദ്യം നമ്മൾ റെസിസ്റ്ററിന്റെ കേസിൽ എന്തായിരുന്നു? അത് ഇൻസ്റ്റന്റേനിയസ് ആയിട്ട് ചേഞ്ച് ചെയ്യാറില്ല. ഇപ്പോൾ എന്തെങ്കിലും വാല്യൂ ചേഞ്ച് ചെയ്യോ സോഴ്സ് മാറ്റിയോ ചെയ്യുമ്പോഴത്തേക്ക് അത് ഇൻസ്റ്റന്റേനിയസ് ആയിട്ട് അത് ചേഞ്ച് ചെയ്യായിരുന്നു. പക്ഷെ ഇൻഡക്ടറിന്റെ കേസിൽ കറന്റ് ഫ്ലോയിങ് ത്രൂ ഇൻഡക്ടർ കനോട്ട് ചേഞ്ച് ഇൻസ്റ്റന്റേനിയസ്ലി. ഇമ്പോർട്ടന്റ് ആണ്. കറന്റ് ഫ്ലോയിങ് ത്രൂ ഇൻഡക്ടർ കനോട്ട് ചേഞ്ച് ഇൻസ്റ്റന്റേനിയസ്ലി. ഒരു എക്സാമ്പിൾ വെച്ചിട്ട് പറയാം, കുറച്ചുകൂടി ക്ലിയർ ആവും. നമ്മൾ ഒരു നെറ്റ്വർക്ക് എടുത്തു, പ്ലസ് മൈനസ്. ഇവിടെ ആണെങ്കിൽ ഒരു റെസിസ്റ്റർ ഉണ്ട്, ഒരു സ്വിച്ച് ഉണ്ട്, ഒരു ഇൻഡക്ടർ ഉണ്ട്, എഗെയിൻ ഒരു റെസിസ്റ്റർ, ഇങ്ങനെ ഒരു നെറ്റ്വർക്കാണ്. ഓക്കെ, ഇത് 1 ohm, ദിസ് ഈസ് ഓൾസോ 1 ohm, ദിസ് ഈസ് ഓൾസോ 1 ohm. ഇതൊരു 1 ഹെൻറി ആണ്. ഇതൊരു സ്വിച്ച് ആണ്. ടി ഈക്വൽ ടു 0 എന്ന് പറയുന്നത്.
ഇപ്പം നമ്മൾ അസ്യൂം ചെയ്യുകയാണ് സ്വിച്ച് ഈസ് ക്ലോസ്ഡ് ഫോർ എ ലോങ് ടൈം. ആദ്യമേ സ്വിച്ച് ഈസ് ക്ലോസ്ഡ് ഫോർ എ ലോങ് ടൈം. ഓക്കെ, ഈ സ്വിച്ച് ക്ലോസ്ഡ് ആയിരുന്നു. ഓക്കെ, അപ്പോൾ അതായത് ഇത് ക്ലോസ്ഡ് ആകുമ്പോഴത്തേക്ക് ഇതിൻ്റെ അർത്ഥം എന്താണ്? ഇതിലേക്കൂടെ ഇൻഡക്ടർ കൂടെ ഈ നെറ്റ്വർക്ക് കൂടെ കറണ്ട് ഫ്ലോ ചെയ്യും. അതായത് ഈ ഒരു പോർഷനിൽ കൂടെ കറണ്ട് ഫ്ലോ ചെയ്യും. ഈ സ്വിച്ച് ക്ലോസ്ഡ് ആവുന്ന കണ്ടീഷനാണ് നമ്മൾ എടുക്കുന്നത്. അതായത് ഫസ്റ്റ് കണ്ടീഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വിച്ച് ടു ക്ലോസ്ഡ് ആയിരുന്നു. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ ഈ സോഴ്സ് വെച്ചിട്ട് ഇതിലേക്കൂടെ എല്ലാം കറണ്ട് പോകും. ഇപ്പോൾ അതായത് ഇവിടെ അല്ലേ ബ്രേക്ക് വരുന്നത്. അപ്പം ഇത് സ്വിച്ച് ഓൺ ആകുമ്പോഴത്തേക്ക് ഇതിലേക്കൂടെ കറണ്ട് ഫ്ലോ ചെയ്യായിരുന്നു. ഓക്കെ, ഇനി നമ്മൾ അടുത്തൊരു കണ്ടീഷനിൽ സ്വിച്ച് ഓപ്പൺ ചെയ്തു. അറ്റ് t = 0 നമ്മൾ ഓപ്പൺ ചെയ്തു. അപ്പോൾ t = 0 ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്ക് ഓട്ടോമാറ്റിക്കലി എന്താ വരേണ്ടത്? ഇത് ഈ ഒരു സോഴ്സിൽ നിന്ന് ഇത് ഡിസ്കണക്റ്റ് ആയി ഇവിടുത്തെ കറണ്ട് 0 ആവണം ഇല്ലേ? നോർമൽ കേസിൽ എങ്ങനെയല്ലേ വരേണ്ടത്? അത് ഫസ്റ്റ് കണ്ടീഷൻ എന്താണ്? ഒരു സ്വിച്ച് ക്ലോസ്ഡ് ആണ്, ഇവിടെ ഒരു സോഴ്സ് ഉണ്ട്, അപ്പോൾ ഇൻഡക്ടർ കൂടെ ഈ റെസിസ്റ്റർ കൂടെ ഒക്കെ കറണ്ട് ഫ്ലോ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ അനദർ ഒരു ടൈമിൽ t = 0 നമ്മൾ, അതായത് ഇപ്പോൾ ആ ടൈം ലൈൻ ഓർത്താൽ മതി. ടൈം ലൈനകത്ത് ഇതായിരുന്നു അതിന്റെ സ്റ്റഡി സ്റ്റേറ്റ്. സ്വിച്ച് ക്ലോസ്ഡ് ആയിരുന്ന ടൈം സ്റ്റഡി സ്റ്റേറ്റ്. അപ്പോൾ ആ ഇൻഡക്ടർ കൂടെ കറണ്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അറ്റ് t = 0 നമ്മൾ എന്ത് ചെയ്ത് ആ സ്വിച്ചിനെ ഓപ്പൺ ചെയ്തു. ഓക്കെ, സ്വിച്ചിനെ ഓപ്പൺ ചെയ്യുമ്പം ഇതിനകത്ത് ഇൻഡക്ടർ ഉണ്ടായതുകൊണ്ട് അല്ലെങ്കിൽ കപ്പാസിറ്റർ അങ്ങനത്തെ എലമെന്റ്സ് വരുമ്പോഴത്തേക്ക് സഡൻ ആയിട്ട് ഇവിടുന്ന് ഡിസ്കണക്ട് ആയാലും സഡൻ ആയിട്ട് കറണ്ട് എന്താവത്തില്ല? 0 ആവത്തില്ല. കുറച്ച് ടൈം എടുത്തിട്ടായിരിക്കും അതെന്താവുന്നത്? 0 ആവുന്നത്. ഓക്കെ, ആ ഒരു ടൈമിനെയാണ് നമ്മൾ ട്രാൻസിയന്റ് ടൈം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതിന്റെ കേസിൽ t = സ്വിച്ച് ഓപ്പൺ ആക്കുന്ന കേസിലും കറണ്ട് ഫ്ലോയിങ് ത്രൂ ദ ഇൻഡക്ടർ കനോട്ട് ചേഞ്ച് ഇൻസ്റ്റന്റേനിയസ്ലി ഈവൻ വെൻ ദ സ്വിച്ച് ഈസ് ഓപ്പൺ ഫോർ എ സ്മോൾ എമൗണ്ട് ഓഫ് ടൈം ദർ ഈസ് കറണ്ട് ത്രൂ ദ ഇൻഡക്ടർ. ഓക്കെ, അതായത് നമ്മൾ ഈ സ്വിച്ച് ഓപ്പൺ ചെയ്താലും ഫോർ എ സ്മോൾ പീരീഡ് ഓഫ് ടൈം ദർ വിൽ ബി കറണ്ട് ത്രൂ ദ ഇൻഡക്ടർ. ഓക്കെ, അതായത് അതിനകത്ത് വരുന്ന പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ therefore inductor can act like a current source for a short span of time. Okay, that is inductor can act like a current source for a short span of time. A transient time ആണ്. ഓക്കെ, അപ്പോൾ അതാണ് ഇതിൻ്റെ അകത്ത് വരുന്നത്. അപ്പം ഇൻഡക്ടർ വിൽ ആക്ട് ആസ് എ കറണ്ട് സോഴ്സ് for a short span of time. Even if the switch is open, there will be current flow through this area of the circuit. So in other ways, we can say that at a steady state, inductor can be represented as a short circuit. In steady state, inductor can be represented by a short circuit. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ അത് ഓർത്തിരിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരെണ്ണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇക്വേഷൻസ് ട്രാൻസിയന്റ് ടൈമിൽ ഇൻഡക്ടറിന്റെ കേസിൽ IL(0+) IL(0)-, അതുപോലെ ഇൻഡക്ടർ ആക്ട് ആസ് എ കറണ്ട് സോഴ്സ് ഫോർ എ ഷോർട്ട് സ്പാൻ ഓഫ് ടൈം. അത് മനസ്സിലായോ? അതായത് ഇതിപ്പോൾ സ്വിച്ച് മാറ്റുവാണെങ്കിലും ഇതിലേക്കൂടെ ഒരു കറണ്ട് ഫ്ലോ ഉണ്ടാവും. ഓക്കെ, അതായത് സഡൻ ആയിട്ട് ഇൻഡക്ടറിന് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? ട്രാൻസിയന്റ് ബിഹേവിയറിലേക്ക് റെസ്പോണ്ട് ചെയ്യാൻ പറ്റത്തില്ല. അത് കുറച്ച് ടൈം എടുത്തിട്ടായിരിക്കും അത് റെസ്പോണ്ട് ചെയ്യുന്നത്. അപ്പോൾ ആ ഷോർട്ട് സ്പാൻ ഓഫ് ടൈമിൽ ഇൻഡക്ടർ ക്യാൻ ആക്ട് ആസ് എ കറണ്ട് സോഴ്സ്. അതുപോലെ നമ്മൾ സർക്യൂട്ട് അനാലിസിസ് വരുമ്പോഴത്തേക്ക് ഇങ്ങനത്തുള്ള സ്വിച്ചസ് മാറ്റി ആ ടൈമിൽ ആ എലമെന്റിനെ നമ്മൾ ഈ ഷോർട്ട് സർക്യൂട്ട് ആയിട്ടായിരിക്കും റെപ്രസെന്റ് ചെയ്യുന്നത്. ഇൻഡക്ടർ ഉണ്ടെങ്കിൽ അതിനൊരു ഷോർട്ട് സർക്യൂട്ട് ആയിട്ടായിരിക്കും. നമ്മളിപ്പോൾ ഇതിനാണെങ്കിൽ ആ പീരീഡിൽ നമ്മൾ ഇൻഡക്ടറിനെ നമ്മൾ ഷോർട്ട് സർക്യൂട്ട് വെച്ച് റീപ്ലേസ് ചെയ്ത് ഓർത്തോണം. ഓക്കെ, ഇൻഡക്ടർ ഈസ് റീപ്ലേസ്ഡ് ബൈ എ ഷോർട്ട് സർക്യൂട്ട്. ഇനി മൂന്നാമത്തെ കമ്പോണന്റ് ആണ് കപ്പാസിറ്റർ. കപ്പാസിറ്ററിന്റെ ട്രാൻസിയന്റ് ബിഹേവിയർ ആണ്. നമ്മളിപ്പോൾ റെസിസ്റ്ററിന്റെ റെസ്പോൺസ് ഓഫ് നെറ്റ്വർക്ക് എലമെന്റ് ടു ട്രാൻസിയന്റ് സ്റ്റേറ്റ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ റെസിസ്റ്റൻസിന്റെ കേസിൽ ദർ ഈസ് നോ ട്രാൻസിയന്റ് സ്റ്റേറ്റ്സ് ഫോർ എ റെസിസ്റ്റർ. സെക്കൻഡ്, ഇൻഡക്ടറിന്റെ കേസിൽ നമ്മൾ ഇക്വേഷൻസ് വഴി വരുമ്പോഴത്തേക്ക് IL(0+) IL(0)- വരും. അതിന്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ കറണ്ട് ഫ്ലോയിങ് ടു ഇൻഡക്ടർ കനോട്ട് ചേഞ്ച് ഇൻസ്റ്റന്റേനിയസ്ലി. അടുത്ത കപ്പാസിറ്ററിന്റെ കേസിൽ കപ്പാസിറ്ററിന്റെ നമ്മൾ വോൾട്ടേജ് എഴുതുന്നത് VC of t = 1/c integral (-∞ to t
ഐ ടൗ ഡി ടൗ. ഈ സെയിം പോലെ വരുന്നത്. ഇൻഡക്ടറിന്റെ കേസിൽ നമ്മൾ അതിന്റെ കറണ്ട് ഇക്വേഷൻ എഴുതി. കപ്പാസിറ്റർ ആകുമ്പോൾ നമ്മൾ നോർമലി വോൾട്ടേജ് ഇക്വേഷൻ എഴുതേണ്ടത് 1/c ഇന്റഗ്രൽ -∞ to t ഐ ടൗ ഡി ടൗ. ഇതിന് നേരത്തെ പോലെ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യും. നമ്മൾ ഇൻഡക്ടർ ചെയ്ത അതേ സെയിം പ്രൊസീജിയർ തന്നെ ഇതിന്റെ കേസിലും ചെയ്യുന്നത്. ഓക്കെ, അവിടെ കറണ്ട്, ഇവിടെ വോൾട്ടേജ് അറിഞ്ഞേ ഉള്ളൂ. ഇത് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യും. ദാറ്റ് ഈസ് 1/c ഇന്റഗ്രൽ -∞ to നേരത്തെ ചെയ്ത പോലെ തന്നെ 0 മൈനസ് ഐ ടൗ ഡി ടൗ പ്ലസ് ഇന്റഗ്രൽ 0 മൈനസ് ടു ടി. ഓക്കെ, 0 മൈനസ് ടു ടി ഐ ടൗ ഡി ടൗ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്തു. അതിൽ ഈ ഒരു പോർഷനെ നമ്മൾ സ്റ്റഡി സ്റ്റേറ്റ് എന്ന് പറയും. ഓക്കെ, ആ വാല്യൂ നമ്മൾ സ്റ്റഡി സ്റ്റേറ്റ് എന്ന് പറയും. അതിനെ റെപ്രസെന്റ് ചെയ്യുന്നത് വോൾട്ടേജ് ആയതുകൊണ്ട് VC ഓഫ് 0 മൈനസ്. ഇൻഡക്ടറിന്റെ കേസിൽ നമ്മൾ എങ്ങനെയാണ് ചെയ്തത്? അതിനെ നമ്മൾ IL ഓഫ് 0 മൈനസ് റെപ്രസെന്റ് ചെയ്ത് കറണ്ട് ആയതുകൊണ്ട്. അപ്പൊ ഇതിന്റെ കേസിൽ കപ്പാസിറ്റർ ആയതുകൊണ്ട് വോൾട്ടേജ് ഇക്വേഷൻ എഴുതിയത്. സോ VC ഓഫ് 0 മൈനസ് റെപ്രസെന്റ് ചെയ്തു. അപ്പൊ നമ്മളെ മെയിൻ ഇക്വേഷൻ എന്തായിട്ട് മാറും? VC ഓഫ് t ഈക്വൽ ടു ഈ ടേമിന് വരെ നമുക്ക് VC ഓഫ് 0 മൈനസ് റീപ്ലേസ് ചെയ്യാം, പ്ലസ് സെക്കൻഡ് ടേം ഇന്റഗ്രൽ 0 മൈനസ് ടു ടി ഐ ടൗ ഡി ടൗ. ഓക്കെ, ഇതിന് പകരം VC ഓഫ് 0 മൈനസ്. ഇനി നെക്സ്റ്റ് നമ്മൾ ഇൻഡക്ടറിൽ എന്താ കൺസിഡർ ചെയ്ത് എന്തായിരുന്നു? ആ ടൈം ഇല്ലേ? ടൈം ആണെങ്കിൽ t ഈക്വൽ ടു 0 പ്ലസ് ആ ട്രാൻസിയൻ ടൈം നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ഓക്കെ, ദാറ്റ് ഈസ് ലെറ്റ് t ഈക്വൽ ടു ഇതിന്റെ t ഈക്വൽ ടു 0 പ്ലസ് ദാറ്റ് ഈസ് ട്രാൻസിയൻ ടൈം. ഓക്കെ, ഇപ്പൊ എന്താ ചെയ്തത്? ഈ എക്സ്പ്രഷനകത്ത് ടിക്ക് നമ്മൾ 0 പ്ലസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ദാറ്റ് ഈസ് VC ഓഫ് 0 പ്ലസ് ഈക്വൽ ടു VC ഓഫ് 0 മൈനസ് പ്ലസ് ഇതെന്താവും? ഇന്റഗ്രൽ 0 മൈനസ് ടു ടിക്ക് പകരം 0 പ്ലസ് ഐ ടൗ ഡി ടൗ എന്ന് വരും. ഓക്കെ, അത് ഇതിന്റെ കേസിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 0 മൈനസ് ടു 0 പ്ലസ് എന്ന് പറയുന്നത് ഒരു ഷോർട്ട് സ്പാൻ ഓഫ് ടൈം ആണ്. അതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇഗ്നോർ ചെയ്യാൻ പറ്റും. ഓക്കെ, ഈ സെക്കൻഡ് ടേമിനെ ഇഗ്നോർ ചെയ്യാൻ പറ്റും. അപ്പോൾ എന്ത് കിട്ടും നമുക്ക്? എക്സ്പ്രഷൻ VC ഓഫ് 0 പ്ലസ് ഈക്വൽ ടു VC ഓഫ് 0 മൈനസ് എന്ന് കിട്ടും. ഓക്കെ, ഈ എക്സ്പ്രഷൻ കിട്ടും. VC ഓഫ് 0 പ്ലസ് ഇസ് ഈക്വൽ ടു VC ഓഫ് 0 മൈനസ്. അതിന്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ വോൾട്ടേജ് ഡ്രോപ്പ് അക്രോസ് എ കപ്പാസിറ്റർ ഡസ് നോട്ട് ചേഞ്ച് ഇൻസ്റ്റന്റേനിയസ്ലി. ഓക്കെ, ഇതിനുള്ള മീനിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വോൾട്ടേജ് ഡ്രോപ്പ് അക്രോസ് എ കപ്പാസിറ്റർ കനോട്ട് ബി ചേഞ്ച് ഇൻസ്റ്റന്റേനിയസ്ലി. വോൾട്ടേജ് ഡ്രോപ്പ് across a capacitor does not change instantaneously. ഇൻഡക്ടറിന്റെ കേസിൽ കറണ്ട് ആയിരുന്നു ഡസ് നോട്ട് ചേഞ്ച് ഇൻസ്റ്റന്റേനിയസ്ലി. കപ്പാസിറ്ററിന്റെ കേസിൽ വോൾട്ടേജ് കനോട്ട് ചേഞ്ച് ഇൻസ്റ്റന്റേനിയസ്ലി. അതായത് അപ്പോൾ അതിൻ്റെ കേസിൽ സ്റ്റഡി സ്റ്റേറ്റിൽ കപ്പാസിറ്റർ എന്തായിട്ട് ആക്ട് ചെയ്യും? കപ്പാസിറ്റർ വിൽ ആക്ട് ആസ് എ ഓപ്പൺ സർക്യൂട്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പം ഈ ട്രാൻസിയന്റ് അനാലിസിസ് വരുമ്പോഴത്തേക്ക് നമ്മൾ ഇതിന്റെ കേസിൽ കപ്പാസിറ്ററിന്റെ സ്റ്റഡി സ്റ്റേറ്റിൽ എന്തായിട്ടായിരിക്കും നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്ന? ഓപ്പൺ സർക്യൂട്ട് ആയിരിക്കും. ഓക്കെ, ഓപ്പൺ സർക്യൂട്ട് വോൾട്ടേജ് സ്റ്റോർ ചെയ്യുന്നതുകൊണ്ട് ദിസ് എലമെന്റ് ക്യാൻ ബി റെപ്രസെന്റഡ് ആസ് ആൻ ഓപ്പൺ സർക്യൂട്ട് ആണ്. ഇപ്പൊ ഇൻഡക്ടർ എന്തായിട്ടായിരുന്നു നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്? അതിന് നമ്മൾ ഷോർട്ട് സർക്യൂട്ട് ആയിട്ട് റെപ്രസെന്റ് ചെയ്യുന്നത് സ്റ്റഡി സ്റ്റേറ്റിൽ. അതുപോലെ കപ്പാസിറ്ററിന് നമ്മൾ ഓപ്പൺ സർക്യൂട്ട് ആയിട്ടാണ് നമ്മൾ റീപ്ലേസ് ചെയ്യുന്നത്. അതായത് കപ്പാസിറ്ററിന്റെ കേസിൽ വോൾട്ടേജ് അക്രോസ് കപ്പാസിറ്റർ ഡസ് നോട്ട് ചേഞ്ച് ഇൻസ്റ്റന്റേനിയസ്ലി. കുറച്ച് ടൈം എടുത്തിട്ടായിരിക്കും അത് റെസ്പോണ്ട് ചെയ്യുന്നത്. ഇൻഡക്ടറിന്റെ ടേമിൽ എന്തായിരിക്കും? കറണ്ട് ഡസ് നോട്ട് ചേഞ്ച് ഇൻസ്റ്റന്റേനിയസ്ലി. റെസിസ്റ്ററിന്റെ കേസിൽ ട്രാൻസിയന്റ് ബിഹേവിയർ ഇല്ല, നോ ട്രാൻസിയന്റ് ബിഹേവിയർ ഇൻ ദ റെസിസ്റ്റർ. ഓക്കെ, ഇതാണ് റെസ്പോൺസ് ഓഫ് നെറ്റ്വർക്ക് എലമെന്റ്സ് ഇൻ ട്രാൻസിയന്റ് സ്റ്റേറ്റ് എന്ന് പറയുന്നത്. ഈ കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. അതായത് നമ്മൾ ഇനി ഇതിന്റെ അനാലിസിസ് ചെയ്യും, എസ് ഡൊമൈൻ അനാലിസിസ് ചെയ്യുമ്പോഴത്തേക്ക് ഇങ്ങനത്തുള്ള സ്വിച്ചസിന്റെ കാര്യം കാണും. അപ്പൊ സ്വിച്ചസിന്റെ ഒരു പൊസിഷൻ പറയും. ആദ്യമേ ഇനിഷ്യലി അത് ക്ലോസ്ഡ് ആയിരുന്നു, അപ്പൊ നമ്മൾ അത് വെച്ചിട്ടുള്ള ഇക്വേഷൻസ് എഴുതും. ഓക്കെ, ആ ഇക്വേഷൻസ് എഴുതുമ്പോഴത്തേക്ക് നമ്മൾ ഇൻഡക്ടർ ഉണ്ടെങ്കിൽ ഇൻഡക്ടറിന് നമ്മൾ എന്തായിട്ട് ഷോർട്ട് സർക്യൂട്ട് ആയിട്ടും കപ്പാസിറ്റർ ഉണ്ടെങ്കിൽ അതിനെ ഓപ്പൺ സർക്യൂട്ട് ആയിട്ട് റീപ്ലേസ് ചെയ്യണം കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഈ ഒരു തിയറി പറഞ്ഞിരുന്നത് കപ്പാസിറ്ററിനെ
ഓപ്പൺ സർക്യൂട്ട് ആയിട്ടും ഇൻഡക്ടറിന് നമ്മൾ ഷോർട്ട് സർക്യൂട്ട് ആയിട്ട് റെപ്രസെന്റ് ചെയ്ത് അതിന്റെ റീസൺ ആണ് ഇക്വേഷൻ വെച്ചിട്ട് പറഞ്ഞത്. ഇൻഡക്ടറിന്റെ കേസിൽ കറണ്ട് ഡസ് നോട്ട് ചേഞ്ച് ഇൻസ്റ്റന്റേനിയസ്ലി, അതുപോലെ കപ്പാസിറ്ററിന്റെ കേസിൽ വോൾട്ടേജ് ഡസ് നോട്ട് ചേഞ്ച് ഇൻസ്റ്റന്റേനിയസ്ലി. ഓക്കെ, ഇതാണ് ട്രാൻസിയന്റ് ബിഹേവിയറിന്റെ ഒരു തിയറി പോർഷൻ എന്ന് പറയുന്നത്. അപ്പം ജസ്റ്റ് ഒന്ന് സമ്മറൈസ് ചെയ്യാം. പറഞ്ഞ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു ടൈം ലൈൻ കൺസിഡർ ചെയ്തു, ഒരു -∞ to ∞ ടൈം ലൈൻ കൺസിഡർ ചെയ്തു. എന്നിട്ട് ഒരു നെറ്റ്വർക്ക് ആദ്യം എടുത്തായിരുന്നു. അപ്പോൾ നെറ്റ്വർക്കിൽ ഇൻഡക്ടറിന്റെ വാല്യൂ 2 ഹെൻറി ആയിരുന്നു. അപ്പോൾ നമ്മൾ ആ ഇൻഡക്ടറിന്റെ വാല്യൂ ഒന്ന് 4 ഹെൻറിയിലോട്ട് ആക്കുമ്പോഴത്തേക്ക് നോർമലി ആ ഷോർട്ട്സ് പെട്ടെന്ന് തന്നെ അതിന്റെ വോൾട്ടേജും കറണ്ടും ചേഞ്ച് ചെയ്യേണ്ടതാണ്. പക്ഷേ ഈ ഇൻഡക്ടറിന്റെയും കപ്പാസിറ്ററിന്റെയും ബിഹേവിയർ കാരണം സഡൻ ആയിട്ട് ചേഞ്ച് ചെയ്യത്തില്ല, പകരം എന്ത് ചെയ്യും, ഒരു ഷോർട്ട് സ്പാൻ ഓഫ് ടൈം എടുക്കും. അപ്പൊ അതിനകത്ത് ഈ ടൈം ലൈൻ വെച്ച് പറയുകയാണെങ്കിൽ ഫസ്റ്റില് നമ്മൾ ഈ 2 ഹെൻറി വെച്ചുള്ള പറയുമ്പോഴത്തേക്ക് അത് അപ് ടു t=0 വരെ അത് സ്റ്റഡി സ്റ്റേറ്റിലായിരുന്നു. ഓക്കെ, അപ്പോൾ ആ t=0 നമ്മൾ അതിന്റെ വാല്യൂ ചേഞ്ച് ചെയ്തത്. അപ്പം 4 ഹെൻറിയിലേക്ക് ചേഞ്ച് ചെയ്തു. അപ്പോൾ ഓക്കെ, അപ്പോൾ അത് അതിലേക്ക് റെസ്പോണ്ട് ചെയ്യാൻ വേണ്ടി ഒരു സ്മോൾ ടൈം എടുക്കും. അതായത് 0+ ഒരു ടൈം, t=0 to 0+ ടൈം എടുക്കും. ആ ടൈമിനാണ് നമ്മൾ ട്രാൻസിയന്റ് ടൈം എന്ന് പറയുന്നത്. ഓക്കെ, അതിനുശേഷം വീണ്ടും എന്താവും, 0+ to ∞ സ്റ്റഡി സ്റ്റേറ്റ് ആവും. അപ്പൊ അങ്ങനെ ആ ടൈം ലൈൻ നമുക്ക് ഇങ്ങനെ കൺസിഡർ ചെയ്യാം. ഫ്രം -∞ to 0 സ്റ്റഡി സ്റ്റേറ്റ് ആണ്, ഫ്രം 0+ to ∞ സ്റ്റഡി സ്റ്റേറ്റ് ആണ്, ബിറ്റ്വീൻ t=0 to 0+ എന്താണ്, ട്രാൻസിയന്റ് സ്റ്റേറ്റ് ആണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് ഓരോന്നിന്റെ ബിഹേവിയർ പറഞ്ഞത്. റെസിസ്റ്ററിന്റെ കേസിൽ സഡൻ ആയിട്ട് അത് റെസ്പോണ്ട് ചെയ്യും. ഇൻഡക്ടറിന്റെ കേസിൽ നമ്മൾ ഇൻഡക്ടറിന്റെ കറണ്ട് ഇക്വേഷൻ എഴുതി രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്തതിന് ശേഷം ഈ ഒരു പാർട്ട് നമ്മൾ സ്റ്റഡി സ്റ്റേറ്റിന് കൊടുത്തു. എന്നിട്ട് t=0+ വാല്യൂ കൊടുത്തിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് വരുമ്പോഴത്തേക്ക് ഈ ടേം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്മോൾ ഷോർട്ട് സ്പാൻ ഓഫ് ടൈം ആണ്, -0 to 0+. അപ്പോൾ അത് ഇഗ്നോർ ചെയ്യുക. അപ്പോൾ ഇൻഡക്ടറിന്റെ കേസിൽ IL=0+ എന്ന് വെച്ച് കഴിഞ്ഞാൽ IL=0- ആണ്. അതായത് കറണ്ട് ഫ്ലോയിങ് ത്രൂ ഇൻഡക്ടർ കനോട്ട് ചേഞ്ച് സൈമൾട്ടേനിയസ്ലി. സിമിലർലി കപ്പാസിറ്ററിന്റെ കേസിൽ നമ്മൾ വോൾട്ടേജ് ഇക്വേഷൻ എഴുതി രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്തു. അതിൽ ഇതിന് ഈ ഫസ്റ്റിന് നമ്മൾ സ്റ്റഡി സ്റ്റേറ്റിന് കൊടുത്തു. സെക്കൻഡ് അവിടെ കണ്ടീഷൻ സിമിലർ ആയിട്ട് t=0+ കൊടുത്തു. 0+ കൊടുക്കുമ്പോഴത്തേക്ക് നമുക്ക് VC0+ VC(0- വരും. ഈ ഒരു പീരീഡ് -2+ നമുക്ക് ഇഗ്നോർ ചെയ്യാൻ പറ്റും. ഇതിൽ നമുക്ക് ഇൻഫർ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കപ്പാസിറ്റർ ഡസ് നോട്ട് ചേഞ്ച് ഇൻസ്റ്റന്റേനിയസ്ലി കപ്പാസിറ്റർ വാല്യൂ. സോ in steady state capacitor can be replaced by an open circuit and inductor can be replaced by a short circuit. Okay, നെക്സ്റ്റ് പാർട്ടിൽ നമുക്ക് ഇതിന്റെ പ്രോബ്ലംസ് ആയിട്ട് വരാം. നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു. ബിടെക് മെഡിസി.